വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു കേസീസ് ക്ലാസ്സസ്. കേസീസ് ക്ലാസ്സസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM സെക്കൻഡ് സെമസ്റ്റർ എക്സാംസ് നാളെ മുതൽ ആരംഭിക്കുകയാണ്. ആദ്യത്തെ എക്സാം വരുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പറാണ് അഡ്വാൻസ്ഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്. നമ്മൾ ഈ ഒരു സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ ഇതൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ദെൻ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീരീസ് ആണ് ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണെങ്കിലും ഒന്ന് പാസ് ആകണമെങ്കിൽ മിനിമം ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. ലൈവ് അറ്റൻഡ് ചെയ്യണമെന്ന് മസ്റ്റ് അല്ല. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളത് കൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരമുണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. ഓക്കെ, സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. സെക്കൻഡ് സെമസ്റ്ററിൽ 3 പ്രോബ്ലം പേപ്പേഴ്സിന് നമ്മൾ ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്പർ 1 അഡ്വാൻസ്ഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്, ദെൻ സ്ട്രാറ്റജിക് കോസ്റ്റ് അക്കൗണ്ടിങ്, ദെൻ മാനേജ്മെന്റ് സയൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അഡ്വാൻസ്ഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന പേപ്പർ വലിയൊരു സബ്ജക്റ്റ് ആണ്. 5 മൊഡ്യൂളിന് ഒരു 11 ടോപ്പിക്കുകളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് സമയം എടുത്ത് പഠിക്കേണ്ട ഒരു സബ്ജക്ട് തന്നെയാണ്. സോ നമുക്കൊന്ന് പാസ് ആകണമെങ്കിൽ മിനിമം ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു സ്ട്രാറ്റജി ഉണ്ട്. പാർട്ട് A, പാർട്ട് C, ഈ 2 പാർട്ടിലോട്ട് നമ്മളൊന്ന് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ പുഷ്പം പോലെ പാസ്സാകാൻ സാധിക്കും. സോ നമുക്ക് പാർട്ട് സിയിൽ 4 SI ചോദ്യങ്ങളാണ് വരുന്നത്. സോ ഈ 4 SI ചോദ്യങ്ങളിൽ 3 പ്രോബ്ലംസും ഒരു തിയറിയാണ് വരാം. അപ്പോൾ പ്രോബ്ലംസ് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ പ്രോബ്ലംസിലോട്ട് നിർബന്ധമായും ഫോക്കസ് ചെയ്യണം. ഇനി ഞാൻ പറഞ്ഞു വരുന്നത്, ഒന്നും പഠിച്ചു കഴിയാത്ത കുട്ടികൾ തിയറിയിൽ റിപ്പീറ്റ് ആയിട്ട് വരുന്ന കുറച്ച് ചോദ്യങ്ങളുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് എസ്സേയിൽ. ആ ചോദ്യങ്ങൾ പഠിച്ച് അവസാനിപ്പിക്കാൻ അധികം സമയം വേണ്ട. അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എസ്സേക്കും കിട്ടും. അത് മാത്രമല്ല 2 വെയിറ്റേജ് ദെൻ 3 വെയിറ്റേജിൻ്റെയിലും ഈ ടോപ്പിക്കുകൾ മാറി മാറി വരുന്നത് കാണാൻ സാധിക്കും. ആ ടോപ്പിക് എന്ന് പറയുന്നത് നമ്പർ 1 ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്, നമ്പർ 2 ഫോറൻസിക് അക്കൗണ്ടിങ്, നമ്പർ 3 സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്, നമ്പർ 4 എൻവയോൺമെന്റൽ അക്കൗണ്ടിങ്, ദെൻ നമ്പർ 6 പ്രൊആക്റ്റീവ് അക്കൗണ്ടിങ്ങിന്റെ കൺസെപ്റ്റ്, അതുപോലെ തന്നെ ലീസിങ് എന്താണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലീസ്. ഓക്കെ, ദെൻ ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ് എന്താണ്, അതിനെ റിലേറ്റ് ചെയ്തുള്ള കുറച്ച് തിയറി. ഇങ്ങനെ ഒന്നും പഠിച്ചു കഴിയാത്ത കുട്ടികൾ ഇത്ര ടോപ്പിക്കുകളുടെ കൺസെപ്റ്റും അതിൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, സ്കോപ്പ് ബുക്കിൽ കാണുന്ന പോലെ വലിച്ചു വാരി പഠിക്കരുത്. ഓരോന്ന് എന്താണെന്നും അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസ്, അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ, ഇത്ര കാര്യങ്ങൾ പഠിച്ച് അവസാനിപ്പിക്കാൻ അധികം സമയം വേണ്ട. ഓക്കെ, ഇതിന്റെ പോയിന്റുകൾ മനസ്സിലാക്കി പലതും നമുക്ക് നമ്മുടെ ഓൺ വേർഡ്സിൽ പ്രസന്റ് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എസ്പെഷ്യലി ഫോറൻസിക് അക്കൗണ്ടിങ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്, HR അക്കൗണ്ടിങ്, ലീസിങ്ങിനെ പറ്റിയുള്ള കാര്യങ്ങൾ. അപ്പോൾ പിന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക് ഉണ്ട്, മെർജേഴ്സ് ആൻഡ് അക്യൂസിഷൻ, മെർജർ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെർജർ. അപ്പോൾ ഒന്നും കഴിയാത്തവർ ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്കുകളിലോട്ട് ആദ്യം ഫോക്കസ് ചെയ്ത് അത് ഫിനിഷ് ചെയ്യാം. കാരണം ഇത്ര ടോപ്പിക്കുകൾ പഠിച്ചു കഴിഞ്ഞാൽ 2 വെയിറ്റേജ്, 3 വെയിറ്റേജ്, 5 വെയിറ്റേജ് 3 പാർട്ടിലും ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് നിറയെ കാണാൻ പറ്റും. ഒരു എസ്സേ കിട്ടും ഇത്ര കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ. പിന്നെ 2 വെയിറ്റേജിൽ മിനിമം ഒരു 3 ചോദ്യം, ദെൻ പാർട്ട് ബിയിൽ മിനിമം ഒരു 2 ചോദ്യങ്ങൾ മിനിമം കിട്ടും ഇത്ര കാര്യങ്ങളിൽ നിന്ന്. ഓക്കെ, പ്രോബ്ലം പഠിക്കാണ്ട് ഇവിടെ നിവൃത്തിയില്ല. ബട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ഒന്നും കഴിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സജഷനാണ്, ഒന്ന് പാസ്സാകാൻ വേണ്ടിയിട്ട് ആദ്യം. അതിനുശേഷം ഹൈ സ്കോറിലോട്ട് പോകേണ്ടവർ ചെയ്യേണ്ട കാര്യവും പറയുന്നുണ്ട്. അപ്പം ഇതാണ് ആദ്യം എസ്സേക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. അതിലെ എസ്സേക്ക് ഏറ്റവും കൂടുതൽ കണ്ടുവന്നിട്ടുള്ള തിയറി ചോദ്യം എന്ന് പറയുന്നത് ഫോറൻസിക് അക്കൗണ്ടിങ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്, അതുപോലെ തന്നെ HR അക്കൗണ്ടിങ്. ഇത് 3ആണ് മാറി മാറി വന്നിട്ടുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 2 വെയിറ്റേജിന്റെ ഏരിയയിലോട്ട് പോവുകയാണെങ്കിൽ 7 ചോദ്യങ്ങൾ മിക്കതും
ഒരു 4 റിപ്പീറ്റ് ആയിട്ട് തന്നെയാണ് കണ്ടുവരാറ്. ഈസി ആയിട്ടുള്ളത് 3 ചോദ്യങ്ങൾ പലപ്പോഴും ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത് വരാറുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്കുകൾ തന്നെയാണ് 2 വെയിറ്റേജിനിൽ കാണാൻ സാധിക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ടോപ്പിക്കുകൾ 2 വെയിറ്റേജിൻ്റെലും 3 വെയിറ്റേജിനും 5 വെയിറ്റേജിനും മാറി മാറി അവർ ഇടുന്നതാണ്. ഇപ്പോൾ SAക്ക് ഫോറൻസിക് അക്കൗണ്ടിങ് കിട്ടുമെന്ന് വയ്ക്കുക, ഓട്ടോമാറ്റിക്കലി ചിലപ്പോൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് എന്താണെന്നുള്ളത് 2 വെയിറ്റേജിനിൽ കാണാൻ പറ്റും. ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ് എന്താണെന്ന് കാണാൻ പറ്റും. ലീസിങ് എന്താണ്, അതിൽ ഫിനാൻഷ്യൽ ലീസ്, ഓപ്പറേറ്റിംഗ് ലീസ് എന്താണെന്ന് കാണാൻ പറ്റും. മെർജർ എന്താണ്, അക്വിസിഷൻ, ടേക്ക് ഓവർ എന്താണ്, മെർജറിലെ ഡിഫറെൻറ്റ് ടൈപ്സിൽ ഏതെങ്കിലും ഒരെണ്ണം കാണാൻ പറ്റും. ഇങ്ങനെ ഈ തിയറി ചോദ്യങ്ങൾ, ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ് എന്താണ്, CPPA, CCA എന്താണ്, ഗിയറിംഗ് അഡ്ജസ്റ്റ്മെന്റ്. അപ്പോൾ ഇങ്ങനെയുള്ള തിയറി ടോപ്പിക്കുകളാണ്. പ്രൊആക്റ്റീവ് അക്കൗണ്ടിങ് എന്താണ്, എൻവയോൺമെന്റൽ അക്കൗണ്ടിങ് എന്താണ്, ഇതൊക്കെ തന്നെയാണ്. പിന്നെ പർച്ചേസ് കൺസിഡറേഷൻ എന്താണ്, അമാൽഗമേഷൻ എന്താണ്, ഹോൾഡിംഗ് കമ്പനി എന്താണ്, അതുപോലെ തന്നെ മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്താണ്, നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്താണ്, നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്താണ്, ദെൻ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് അല്ലെങ്കിൽ പ്രീ അക്വിസിഷൻ ലോസ്, പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്, പോസ്റ്റ് അക്വിസിഷൻ ലോസ്, ദെൻ കോസ്റ്റ് ഓഫ് കൺട്രോൾ എന്താണ്, ദെൻ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്താണ്, ഓക്കെ, ഹോൾഡിംഗ് കമ്പനി, സബ്സിഡറി കമ്പനി, ഇതിന്റെ കൺസെപ്റ്റ്. പിന്നെ അമാൽഗമേഷന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ എന്താണ്, ഓക്കെ, എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ എന്താണ്, പിന്നെ ലിക്വിഡേറ്റർ ആരാണ്, കോൺട്രിബ്യൂട്ടറി ആരാണ്, വൈൻഡിങ് അപ്പ് ഓഫ് കമ്പനി എന്താണ്, ദെൻ വൈൻഡിങ് അപ്പിലെ വളണ്ടറി വൈൻഡിങ് അപ്പ്, കമ്പൽസറി വൈൻഡിങ് അപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് റിപ്പീറ്റ് ആയിട്ട് കാണാറുണ്ട് തിയറിയിൽ. അപ്പോൾ ഇങ്ങനെ തിയറിയിൽ 2 വെയിറ്റേജിൽ ഞാൻ ഈ പറഞ്ഞ ചോദ്യങ്ങൾ പഠിച്ച് അവസാനിപ്പിക്കാൻ അധികം സമയം വേണ്ട. 4 2 വെയിറ്റേജിന്റെ ചോദ്യങ്ങൾ പുഷ്പം പോലെ നമുക്ക് പഠിച്ച് അവസാനിപ്പിക്കാൻ സാധിക്കും. ഇങ്ങനെ SAക്ക് ഞാൻ പറഞ്ഞ എന്താണ് തിയറി ചോദ്യങ്ങളും പിന്നെ 2 വെയിറ്റേജിലെ ഈ പറഞ്ഞ കാര്യങ്ങളും നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഈ 2 പാർട്ട് ഫോക്കസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് പുഷ്പം പോലെ പാസ്സാകാൻ സാധിക്കും. ഇതിൽ ഈ പറഞ്ഞ പല കാര്യങ്ങളും നമുക്ക് 3 വെയിറ്റേജിൻ്റെയിലും കാണാം. 3 വെയിറ്റേജിലെ 7 ചോദ്യങ്ങളിൽ 4 പ്രോബ്ലംസ് 3 തിയറിയാണ്. മിനിമം അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് 2 ഷുവറായിട്ട് കിട്ടും. ഇപ്പൊ മെർജർ എന്താണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെർജർ, മെർജേഴ്സ് ആൻഡ് അക്വിസിഷന്റെ കൺസെപ്റ്റ്, ലീസിങ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലീസിങ്. പിന്നെ ഞാൻ ഈ പറഞ്ഞ ലാസ്റ്റ് ചാപ്റ്ററിലത്തെ HR അക്കൗണ്ടിങ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഫോറൻസിക്, പ്രൊആക്റ്റീവ്, എൻവയോൺമെന്റൽ അക്കൗണ്ടിങ്, ഇതിൽ നിന്നൊക്കെ ഏതെങ്കിലും ഒരു ചോദ്യം 3 വെയിറ്റേജിലും കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അറിയുന്ന പോലെ ആ ഒരു പാർട്ട് ബിയും നമ്മൾ പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടിക്കും ഈസി ആയിട്ട് പാസ്സാകാൻ പറ്റും. ഓക്കെ, ഇനി ഹൈ സ്കോറിലോട്ട് പോകേണ്ടവര് എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാറുണ്ട്, പാർട്ട് സിയിൽ 2 essay ചോദ്യം, ഹോൾഡിംഗ് കമ്പനി നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കുന്ന ഒരു essay ആണ്, ലിക്വിഡേഷൻ, അതുപോലെ തന്നെ അമാൽഗമേഷൻ, മെർജർ, ഈ 3 ടോപ്പിക്ക് നന്നായി പഠിച്ചാൽ അതിൽ നിന്ന് 2 essay കിട്ടും. ഓക്കെ, ദെൻ 2 വെയിറ്റേജിൽ റിപ്പീറ്റ് ആയിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ പറഞ്ഞു, 4 ഈസി ആയിട്ട് കിട്ടും, പുഷ്പം പോലെ അത് ക്ലിയർ ചെയ്യാം. ദെൻ പാർട്ട് ബിയിലോട്ട് വരുന്ന സമയത്ത് തിയറി എന്തായാലും ഉണ്ടാവും. പ്രോബ്ലംസിൽ ലിക്വിഡേറ്റഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട് വരയ്ക്കാനുള്ള ചോദ്യം വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം. ലീസിങ്ങിന്റെ പ്രോബ്ലം പ്രതീക്ഷിക്കാം. ഇൻഫ്ലേഷനിൽ ഗിയറിംഗ് അഡ്ജസ്റ്റ്മെന്റ്, CCA, ആ മെത്തേഡിൽ പ്രോബ്ലം പ്രതീക്ഷിക്കാം. തിയറിയിലാണെങ്കിൽ ഞാൻ പറഞ്ഞു മെർജർ അക്വിസിഷന്റെ കാര്യം, ലീസിങ്ങിന്റെ തിയറി വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. ഇന്റേണൽ റീകൺസ്ട്രക്ഷന്റെ പ്രോബ്ലം പ്രതീക്ഷിക്കാം. ഓക്കെ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് പാർട്ട് ബിയിൽ വരുന്നത്. അപ്പോൾ ഓൾറെഡി എൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ഒക്കെ കണ്ട് എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് ഫോളോ ചെയ്തുള്ള ഒരു കുട്ടിക്ക് ഹൈ സ്കോറിലോട്ട്, ഔട്ട്സ്റ്റാൻഡിങ് ഗ്രേഡിലോട്ട് എത്തിച്ചേരാൻ സാധിക്കും. ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികളെ ഞാൻ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ ആദ്യം പറഞ്ഞു തന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കഴിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അത് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രോബ്ലം പേപ്പർ ആണെങ്കിലും പാസ്സാകാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുള്ള മെയിനായിട്ട്. കാരണം ഇതൊരു വലിയ സബ്ജക്റ്റാണ്. പിന്നെ പഠിച്ചു തുടങ്ങാൻ നോക്കുമ്പോൾ ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികൾ വലിച്ചു വാരി പഠിക്കാതിരിക്കുക, പോയിന്റുകൾ ഫോക്കസ് ചെയ്യുക, എസ്പെഷ്യലി ഈ ടോപ്പിക്കുകളുടെ ഒക്കെ. ഓക്കെ, സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാതുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. നാളെ എക്സാമിന് ശേഷം എക്സാം പ്രൂവ് ആയിട്ട് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. Have a nice day. Thank you.